CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കൊട്ടിയത്ത് ഉജ്ജ്വല തുടക്കം. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. P രാജേന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പാർട്ടി ജില്ലാ സമ്മേളന നഗറിൽ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ P രാജേന്ദ്രൻ പതാക ഉയർത്തി. ഉയരച്ചെങ്കൊടി പാറട്ടെ, ഉരുക്കുമുഷ്ടികൾ ഉയരട്ടെ തുടങ്ങിയ മുദ്രാവാക്യത്തിന്റെ അകമ്പടിയിൽ റെഡ് വോളണ്ടിയർമാർ സല്യൂട്ട് നൽകി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. മേലോട്ട് നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയെ കാണാം. നേപ്പാളിൽ നേപ്പാളി കോൺഗ്രസുമായിട്ട് സഹകരിച്ചിട്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുൻ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിമാരുള്ള രാജ്യം എന്ന് ക്വിസിൽ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് ഉത്തരം പറയാം, നേപ്പാൾ. പ്രചണ്ഡ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ്, അതും കമ്മ്യൂണിസ്റ്റാണ്. 2026 LDFന്റെ തുടർച്ചയായ മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് MA ബേബി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള പ്രചരണം ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതായും MA ബേബി കുറ്റപ്പെടുത്തി. ഗവർണർക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, KK ജയചന്ദ്രൻ, പുത്തലത്ത് ദിനേശൻ, M സ്വരാജ്, ജില്ലാ സെക്രട്ടറി S സുദേവൻ, മുതിർന്ന നേതാവ് PK ഗുരുദാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രാജഗോപാൽ, J മേഴ്സിക്കുട്ടിയമ്മ, K വരദരാജൻ, അഡ്വക്കേറ്റ് K സോമപ്രസാദ്, S രാജേന്ദ്രൻ, സൂസൻ കോടി, MH ഷാരിയർ, ചിന്താ ജെറോം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.